നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലാ സഹകരണ ബാങ്ക് ഭരണം LDFിൽ നിന്ന് UDF സഹകാർ ഭാരതി സഖ്യം പിടിച്ചെടുത്തു. 6 വർഷത്തിനു ശേഷമാണ് സഖ്യം ഭരണം തിരിച്ചുപിടിച്ചത്. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്ത് സഹകരണ ജനാധിപത്യം അട്ടിമറിച്ചെന്ന് LDF കൺവീനർ P. രാഘവൻ. സൂര്യനെല്ലി വിഷയത്തിൽ കോൺഗ്രസ് സാമൂഹ്യനീതിക്കൊപ്പം നിൽക്കുമെന്ന് PC ചാക്കോ MP. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് PJ കുര്യന്റെ കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ചാക്കോ. മത സാമുദായിക ശക്തികൾ ഭരണനിർവഹണത്തിൽ ഇടപെടുന്നത് അനുവദിക്കരുതെന്ന് കേന്ദ്രമന്ത്രി ജയറാം രമേശ്. വാർത്തകൾ വിശദമായി. ജില്ലാ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ അന്തിമ ഫലം പുറത്തുവന്നപ്പോൾ UDF മുന്നിൽ. UDF പാനലിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ 555 മുതൽ 563 വരെ വോട്ടുകൾ നേടി UDF ഭരണം പിടിച്ചെടുത്തു. തൃശൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രതിഷേധങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കും ഒടുവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് വൻ ഭൂരിപക്ഷം. 797 വോട്ടുകളിൽ 563 വോട്ടും UDFന്. CPIM പാനലിൽ മത്സരിച്ചവർക്ക് 195 മുതൽ 200 വരെ വോട്ടുകൾ കിട്ടിയപ്പോൾ CPI 17 മുതൽ 22 വരെ വോട്ടുകൾ നേടി പിന്നിലായി. ജില്ലാ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കടലാസ് സംഘങ്ങളെ തിരികെ കയറ്റാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിൽ ഇടതുപക്ഷം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ 5 ക്യാമറകളും കമ്മീഷണർ ഉൾപ്പെടെ 3 ACPമാരുടെയും 250ഓളം പോലീസിന്റെയും സംരക്ഷണത്തിലായിരുന്നു ഇലക്ഷൻ നടന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പോളിംഗ് 4 മണിയോടെ അവസാനിച്ചു. 884 വോട്ടർമാരിൽ 815 പേർ അധികാരപത്രം നൽകിയതിൽ പോളിംഗ് അവസാനിച്ചപ്പോൾ 797 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ണൂരും കാസർഗോഡും നടന്ന തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ നിലനിന്നെങ്കിലും തൃശൂരിൽ സമാധാനപരമായ രീതിയിലാണ് പോളിംഗ് അവസാനിച്ചത്. എങ്കിലും ഇടതുപക്ഷ അനുകൂലികളായ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും മറന്നില്ല. ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ CV ശശികുമാർ, ഇലക്ടറൽ ഓഫീസർ സുഭാഷ് ചന്ദ്ര ചാറ്റർജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടന്നത്. ജില്ലാ സഹകരണ ബാങ്ക് ഭരണം LDFിൽ നിന്ന് UDF സഹകാർ ഭാരതി സഖ്യം പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 16-ൽ 15 സീറ്റും നേടിയാണ് 6 വർഷത്തിനു ശേഷം സഖ്യം ഭരണം തിരിച്ചുപിടിച്ചത്. വോട്ടെടുപ്പ് തുടങ്ങി 3.5 മണിക്കൂറിന് ശേഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതായി പ്രഖ്യാപിച്ച് LDF സ്ഥാനാർത്ഥികളും പോളിംഗ് ഏജന്റുമാരും ഇറങ്ങിപ്പോയി. 112 വ്യാജ വോട്ടർമാർക്കെതിരെയുള്ള പരാതി സ്വീകരിക്കാൻ വരണാധികാരി തയ്യാറായില്ലെന്നും അധികാരപത്രം ഉണ്ടായിട്ടും 2 പേരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. 16 അംഗ ഭരണസമിതിയിൽ ബാങ്കിംഗ് പരിചയസമ്പന്നരുടെ സംവരണ സീറ്റിൽ 2 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കോൺഗ്രസിലെ P. മാധവൻ നായരും CPMലെ VK ബാലകൃഷ്ണനുമാണ് എതിർ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കി 14 സീറ്റിലേക്കാണ് ഞായറാഴ്ച രാവിലെ 8 മുതൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ബഹിഷ്കരണ പ്രഖ്യാപനത്തിനു ശേഷവും CPM ഭരിക്കുന്ന പള്ളിക്കര സഹകരണ ബാങ്ക്, കാസർഗോഡ് പബ്ലിക് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരെയും പോലീസിനെയും കൂട്ടുപിടിച്ച് UDF BJP സഖ്യം ജില്ലാ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്ത് സഹകരണ ജനാധിപത്യം അട്ടിമറിച്ചെന്ന് LDF കൺവീനർ P. രാഘവൻ പറഞ്ഞു. 112-ലധികം കള്ളവോട്ടാണ് UDF BJP സഖ്യം ചെയ്തത്. ഈ സാഹചര്യത്തിൽ ബഹിഷ്കരണമല്ലാതെ വേറെ മാർഗം LDFന് മുന്നിലില്ലായിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് LDF പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചു. ക്രമക്കേടിലൂടെ വോട്ട് ചെയ്യാൻ UDF BJP സഖ്യത്തിന് ഉദ്യോഗസ്ഥർ അവസരമൊരുക്കിയതായും രാഘവൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 20 വർഷം മുമ്പ് ലിക്വിഡേറ്റ് ചെയ്ത സംഘങ്ങൾക്ക് വരെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തെന്ന് LDF സ്ഥാനാർത്ഥിയും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ CH കുഞ്ഞമ്പു പറഞ്ഞു. ഭരണസമിതിയില്ലാത്ത സംഘങ്ങളാണിത്. വഴിവിട്ട രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും കുഞ്ഞമ്പു പറഞ്ഞു. UDFും BJPയും ചേർന്ന് സംയുക്തമായിട്ട് മത്സരിച്ചിട്ടും അവർക്ക് ജില്ലാ ബാങ്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാണ് ഇന്ന് രാവിലെ മുതൽ ചെയ്തത്. UDFന്റെ ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ വോട്ട് ചെയ്യാൻ ഒരു ഭാഗത്ത്, LDFന്റെ വോട്ടർമാർക്ക് പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലായ്മ ചെയ്യാം. 112-ലധികം കള്ളവോട്ടുകൾ ഇന്ന് അവരെ വ്യാപകമായി ചെയ്തു എന്നുള്ളത് അവർക്ക് ഒരു രേഖയുമില്ല. ഈ ലോകത്ത് തന്നെ അങ്ങനെ ഒരു സംഘമില്ല. അങ്ങനെയുള്ള 112 വോട്ടുകൾ ഇപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വേണ്ടി LDF തീരുമാനിച്ചത്. സൂര്യനെല്ലി വിഷയത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സാമൂഹ്യനീതിക്കൊപ്പം നിൽക്കുമെന്ന് PC ചാക്കോ MP.
പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കാൻ പാർട്ടിക്ക് ആവില്ലെന്നും പാർട്ടി വക്താവ് കൂടിയായ PC ചാക്കോ വ്യക്തമാക്കി. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. കേരളത്തിൽ സൂര്യനെല്ലി വിഷയം ഉയർത്തുന്ന വികാര വിചാരങ്ങൾ പാർട്ടി സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കും മുമ്പ് പാർട്ടി നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പാർട്ടി വക്താവ് പറഞ്ഞു. പ്രശ്നങ്ങളിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കില്ല. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കാനുമാകില്ല. ഒന്നും നോക്കി നിൽക്കാതെ ഉചിത തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും PC ചാക്കോ MP വിശദീകരിച്ചു. In fact, the party high command has seized up this matter, and we will be taking a decision on issues, including this, before the parliament session begins. So, any issue coming before the party's high command, we will not close our eyes on that, and we are alert to every issue which is agitating the society. So, we have already said, our spokesman has said that we have seized up the matter, and we will take an appropriate decision on this matter and all other issues. Thank you. സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ആർ ബസെന്ന് പറഞ്ഞ കാര്യങ്ങൾ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയാണെന്ന് MM മണി പറഞ്ഞു. സൂര്യനെല്ലി പെൺകുട്ടി ഒരു ബാലവേശിയാണ് എന്നും പറഞ്ഞ് കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് ബസന്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം നീതിന്യായ വ്യവസ്ഥയോടുള്ളൊരു വെല്ലുവിളിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സുപ്രീം കോടതി തന്നെ ബസന്ത് അടക്കമുള്ള കേരള ഹൈക്കോടതിയുടെ വിധിയെ വിമർശിച്ചിരിക്കുന്നു. എന്നിട്ടും പരസ്യമായി ആ വിധിയിൽ ഉറച്ചു നിൽക്കുന്നെന്നും പറയാൻ ഒരു ജസ്റ്റിസ് ബസന്തിന് എങ്ങനെ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാവും. ആ കേസ് അന്ന് കേട്ടതും ഹൈക്കോടതി കുറ്റവാളികളെ വെറുതെ വിട്ടതും ബസന്തിൻ്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം. ബസന്തിൻ്റെ പേര് കേസെടുക്കണം. അത് ഗവൺമെൻറ് ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതാണ്. അങ്ങേയറ്റത്തെ നീതികേടാണ് അദ്ദേഹം നടത്തുന്നതെന്നാണ്. മത സാമുദായിക ശക്തികൾ ഭരണനിർവഹണത്തിൽ ഇടപെടുന്നത് അനുവദിച്ചുകൂടെന്ന് കേന്ദ്രമന്ത്രി ജയറാം രമേശ്. രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകളിൽ നിന്നും ദൂരം പാലിക്കണമെന്നും കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടു. മത സാമുദായിക സംഘടനകൾക്ക് സാമൂഹ്യ രംഗത്ത് ഒട്ടേറെ ചുമതലകളുണ്ട്. അത് നിറവേറ്റാൻ അവർ സന്നദ്ധരാകണം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങളെ ഭരണനിർവഹണത്തിൽ ഇടപെടാൻ അനുവദിക്കരുതെന്നും ജയറാം രമേശ് നിർദ്ദേശിച്ചു. തൃശൂരിൽ പത്രമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സംസ്ഥാനത്തിന്റേതായാലും സമൂഹത്തിന്റേതായാലും വികസനം എന്ന് പറയുന്നത് സാമ്പത്തിക അടിത്തറയിൽ ഊന്നിക്കൊണ്ടായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന് അനുയോജ്യമായ വികസന നയങ്ങൾ ഇനിയും രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ജയറാം രമേശ് അഭിപ്രായപ്പെട്ടു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും വിധം കേരളത്തിലെ വികസനം മുന്നോട്ട് പോയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ കേരള മോഡൽ ഒരു പുനർവിചിന്തനത്തിന് തുറന്നുവെക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോച്ച് ഫോർ സംഘടിപ്പിച്ച 3ാമത് KN രാജ് അനുസ്മരണ പ്രഭാഷണത്തിന് തൃശൂരിൽ എത്തിയതായിരുന്നു കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ജയറാം രമേശ്. ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. വാർത്തകൾ തുടരുന്നു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC 14ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 16, 17 തീയതികളിൽ കാഞ്ഞങ്ങാട് സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC 14ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 2013 ഫെബ്രുവരി 12 വൈകുന്നേരം 3 മണിക്ക് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ 14 ചിത്രകാരന്മാർ ഒത്തുചേർന്ന് ജലസംരക്ഷണത്തെ ആസ്പദമാക്കി അമൃതം ഒരുക്കുന്നു. ജല അതോറിറ്റിയെ കൂടുതൽ കരുത്തുറ്റതും കാര്യക്ഷമതയുള്ളതുമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റുവാനും അതുവഴി ജീവനക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് 14ാം സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി, ചെയർമാൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, ജനറൽ സെക്രട്ടറി V അബ്ദുൾ ബഷീർ, ജനറൽ കൺവീനർ പ്രഭാകരൻ കരിച്ചേരി എന്നിവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് നബിദിന സമ്മേളനവും ശിഹാബ് തങ്ങൾ സ്മാരക മംഗല്യനിധി 3ാം ഘട്ട വിതരണോദ്ഘാടനവും നോർത്ത് കോട്ടച്ചേരി ഖാസി PA UK നഗറിൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ശിഹാബ് തങ്ങൾ മംഗല്യനിധി 3ാം ഘട്ട വിതരണോദ്ഘാടനം
പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് നബിദിന സമ്മേളനം ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ശിഹാബ് തങ്ങൾ മംഗല്യനിധിയുടെ ഫണ്ട് ശേഖരണോദ്ഘാടനം വൈസ് പ്രസിഡന്റ് ടി.കെ. ഖാലിദ് അമ്പലത്തറയിൽ നിന്നും തുക സ്വീകരിച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് സ്വാബിബലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രൊഫസർ വാഴക്കുന്ന് സ്മാരക യുഗാമി ട്രോളിംഗ് ട്രോഫി അഖില കേരള മായാജാല മത്സരവും മാജിക് കൺവെൻഷനും സമാപിച്ചു. ശങ്കർ ഉടുപ്പി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം ഇടത്തറ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി നാരിയത്ത് സലാത്ത് 3ാം വാർഷികാഘോഷം 2013 ഫെബ്രുവരി 10 മുതൽ 12 വരെ കോട്ടപ്പുറം യഹിയ തങ്ങൾ നഗറിൽ വെച്ച് നടക്കുകയാണ്. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് വി അബ്ദുൾ അസീസ് പതാക ഉയർത്തി. നീലേശ്വരം ഖാസി ഇ.കെ. മുഹമ്മദ് മുസ്ലിയാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu Akbar. Allahu Akbar, lillahil hamd. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah. അല്ലാഹു തആല നമുക്ക് ആഫിയത്തും ഇസ്സത്തിനെയും തഖ്വയെയും ഏറ്റിത്തന്ന് ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തന്ന അവസാനം ഉദുവോടുകൂടി ഖിബലക്ക് മുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടുക്കലുള്ളവർ കേൾക്കത്തക്ക നിലയിൽ ചൊല്ലി ചിരിച്ച് മെതിപ്പിക്കുമാറാവും. അതേപോലെ എന്താണ് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ വാർഷികം. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വാർഷികം എന്ന നോട്ടീസിൽ കൊടുക്കുന്നത് കോട്ടപ്പുറം ജമാഅത്ത് മസ്ജിദിൽ എടത്തറ പള്ളിയിൽ എന്താണ് 3 കൊല്ലം മുമ്പ് ഏതോ ഒരു രാത്രി ഒരു തികരി നമ്മൾ ഇവിടെ സ്വലാത്ത് ആരംഭിച്ചു. അത് കൊല്ലത്തോട് കൊല്ലം തികയുമ്പോൾ ഒരു വാർഷികം കഴിക്കുക എന്നല്ലാതെ ശരാശരി ഹബീബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ വാർഷികം കഴിക്കാൻ സലാത്തിന്റെ ഒരു തുടക്കവുമില്ല, ഒരവസാനവുമില്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എൻ്റെ മലായികത്തുകളും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലുക എന്ന് ഇന്നലെയും ഇന്നും അള്ളാഹുവിന്റെ കലാമാണിത്. താജുദ്ദീൻ ധാരിമി അധ്യക്ഷതയും റഫീഖ് കോട്ടപ്പുറം സ്വാഗതവും പറഞ്ഞു. ഇ കുഞ്ഞബ്ദുള്ള, ഇ.കെ. അബ്ദുൾ റഹ്മാൻ, ഇബ്രാഹിം പറമ്പത്ത്, ഇ.കെ. അബ്ദുൾ കരീം ഹാജി എന്നിവർ പ്രസംഗിച്ചു. ഷമീർ ധാരിമി ഖബറിന്റെ സ്വർഗമോ അതോ നരകമോ എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. 12-ന് വാർഷികാഘോഷം സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ സഹകരണ ബാങ്ക് ഭരണം LDF-ൽ നിന്ന് UDF സഹകാർ ഭാരതി സഖ്യം പിടിച്ചെടുത്തു. 6 വർഷത്തിനു ശേഷമാണ് സഖ്യം ഭരണം തിരിച്ചുപിടിച്ചത്. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്ത് സഹകരണ ജനാധിപത്യം അട്ടിമറിച്ചെന്ന് LDF കൺവീനർ പി. രാഘവൻ. സൂര്യനെല്ലി വിഷയത്തിൽ കോൺഗ്രസ് സാമൂഹ്യനീതിക്കൊപ്പം നിൽക്കുമെന്ന് PC ചാക്കോ MP. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് PJ കുര്യന്റെ കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ചാക്കോ. മത സാമുദായിക ശക്തികൾ ഭരണനിർവഹണത്തിൽ ഇടപെടുന്നത് അനുവദിക്കരുതെന്ന് കേന്ദ്രമന്ത്രി ജയറാം രമേശ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.